നമസ്കാരം. ഐ സ്പന്ദനം ഹെൽത്ത് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സജ്ന കെ എം, ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ സജ്നാസ് ഹോമിയോപ്പതി, കുന്നംകുളം, തൃശൂർ. ഇന്ന് മെയ് 28 ലോക ആർത്തവ ശുചിത്വ ദിനമായിട്ട് ആചരിക്കുകയാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടും അത് പാലിക്കേണ്ട രീതികളെ പറ്റിയിട്ടൊക്കെ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യവുമായിട്ട് ആർത്തവ ശുചിത്വം വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ആദ്യം ആർത്തവം എന്താണെന്ന് നോക്കാം. സ്ത്രീകളുടെ ഗർഭാശയത്തിന്റെ ഉൾഭിത്തിയിൽ എൻഡോമെട്രി എന്ന് പറഞ്ഞിട്ടൊരു പാളിയുണ്ട്. ഈ പാളി കുറച്ച് രക്തത്തിന്റെ കൂടെ എല്ലാ മാസവും പുറത്തേക്ക് ഒഴുകുന്ന പ്രക്രിയയാണ് ആർത്തവം എന്ന് പറയുന്നത്. ഇത് 7 ദിവസം വരെയൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവാം. അപ്പൊ ഈ സമയത്ത് ശുചിത്വമില്ലായ്മ പലതരത്തിലുള്ള അണുബാധകൾക്ക്, ഫംഗൽ ഇൻഫെക്ഷൻസിന്, മൂത്രത്തിൽ പഴുപ്പ്, അതുപോലെ തന്നെ യോനിമുഖത്തും ഗർഭാശയമുഖത്തും ഉണ്ടാക്കുന്ന അണുബാധകളൊക്കെ പിന്നീട് ഗർഭാശയത്തിലേക്ക്, മണ്ഡവാഹിനി കുഴലുകളിലേക്കൊക്കെ വ്യാപിച്ച് വന്ധ്യത പോലെയുള്ള അവസ്ഥ ഉണ്ടാക്കിയേക്കാം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പോലെയുള്ള അണുബാധ ഗർഭാശയ ക്യാൻസറിന് തന്നെ കാരണമായേക്കാം. അപ്പോൾ ഇത്തരത്തിൽ ആർത്തവ സമയത്ത് ശുചിത്വമില്ലായ്മ വളരെയധികം പ്രശ്നങ്ങൾ സ്ത്രീകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർത്തവ ശുചിത്വം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇനി ആർത്തവ ശുചിത്വം പാലിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. പ്രധാനമായിട്ട് വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 നേരം കുളിക്കുക, ടോയ്ലറ്റിൽ പോകുന്നതിന്റെ മുൻപും ശേഷവും കൈകൾ നന്നായിട്ട് വൃത്തിയായി കഴുകുക, അതുപോലെ തന്നെ പാഡ് ഉപയോഗിക്കുന്നതിന്റെ മുമ്പും ശേഷവും ഒക്കെ കൈകൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ആർത്തവ സമയത്ത് കഴിയുന്നതും കോട്ടൺ വസ്ത്രങ്ങൾ, അയഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ കോട്ടൺ ഉപയോഗിക്കുക, വെയിലത്ത് ഉണക്കി എടുത്തിട്ടുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഈർപ്പം വലിച്ചെടുക്കുകയും ഈർപ്പം അവിടെ തങ്ങി നിന്നിട്ട് അണുബാധയ്ക്ക് കാരണമാകാതിരിക്കാനും നമ്മളെ സഹായിക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് യോനി ഭാഗം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും മുൻവശത്ത് നിന്നും ബാക്കിലോട്ട് കഴുകുക. ഇത് മലദ്വാരത്തിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് ഒന്നും യോനിയിലേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഡോഷിങ് ഒഴിവാക്കേണ്ടതാണ്. ഡോഷിങ് എന്ന് പറയുകയാണെങ്കിൽ പലരുടെ ഒരു ഹാബിറ്റാണത്. എന്തെങ്കിലും ശുദ്ധമായിട്ട് വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ കെമിക്കൽസ് കൊണ്ടൊക്കെ വളരെ ശക്തിയായിട്ട് യോനി ഭാഗത്തേക്ക് വെള്ളം അടിച്ച് കഴുകുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയസിനെ പോലും ചിലപ്പം നശിപ്പിക്കാനിടയാക്കും. അതുകൊണ്ട് ആ ഒരു ശീലം ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. മൂത്രത്തിൽ പഴുപ്പ് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മെൻസ്ട്രേഷന്റെ സമയത്ത് ഉപയോഗിക്കുന്ന ഹൈജീനിക് പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ്. പ്രധാനമായിട്ടും 4 രീതിയിലുള്ള ഹൈജീനിക് പ്രൊഡക്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. തുണി, സാനിറ്ററി പാഡുകൾ, മെൻസ്ട്രൽ കപ്പ്, ടാംപോൺസ് തുടങ്ങിയവയാണ് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ തുണി ഉപയോഗിക്കുകയാണെങ്കിൽ ദിവസം വൃത്തിയായിട്ട് കഴുകുകയും വെയിലത്തിട്ട് ഉണക്കുകയൊക്കെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ടാംപോൺസ് ആണെങ്കിൽ 4 തൊട്ട് ഒരു 8 മണിക്കൂർ സമയം വരെ ഇത് ഉപയോഗിക്കാവൂ. അത് കഴിഞ്ഞിട്ട് പുതിയത് ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ ടാംപോൺസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തം ആഗിരണം ചെയ്യാൻ കഴിവ് കുറവുള്ള ടാംപോൺസ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും ഓരോ സമയത്ത് അത് മാറ്റുമ്പോൾ വൃത്തിയായിട്ട് കഴുകുകയും പിന്നെ ഒരു മെൻസ്ട്രൽ സൈക്കിൾ കഴിഞ്ഞിട്ട് അത് എടുത്തു വെക്കുന്ന സമയത്ത് ഒരു ബോയിലിംഗ് വാട്ടറിൽ നല്ല തിളച്ച വെള്ളത്തിൽ 1-2 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം വൃത്തിയായിട്ട് എടുത്തു വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഇന്നും സാനിറ്ററി പാഡുകൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ സാനിറ്ററി പാഡിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിസ്പോസലാണ്. അപ്പം ഇതൊരു കുറച്ചൊരു ആഴത്തിൽ കുഴിയെടുത്തിട്ട് ഉപയോഗത്തിന് ശേഷം അതിട്ട് മൂടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു 6 മണിക്കൂർ മാത്രമേ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. സാനിറ്ററി പാഡിന്റെ കാര്യത്തിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ബ്ലീഡിങ് കുറവാകുമ്പം അതൊരു 6 മണിക്കൂറൊന്നും കഴിയുമ്പോൾ ആരും മാറ്റില്ല, നനഞ്ഞിട്ടില്ലല്ലോ എന്ന് കരുതും. പക്ഷെ അത് ശരിയല്ല. ബ്ലീഡിങ് കുറവാണെങ്കിലും 6 മണിക്കൂർ കഴിയുമ്പോൾ പുതിയത് ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ സാനിറ്ററി പാഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ പല രീതിയിലും പല സൈസിലും ബ്രാൻഡിലൊക്കെ ഒരുപാട് സാനിറ്ററി പാഡുകൾ അവൈലബിൾ ആണ്. അതിൽ കെമിക്കൽസ് കുറഞ്ഞത് ഉപയോഗിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം പലർക്കും ഈ കെമിക്കൽസ് മൂലം സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാവാം. അത് മാത്രമല്ല നമ്മുടെ ഒരു വെജൈനയുടെ ഒരു നോർമൽ pH ഉണ്ട്, അതിന് ഈ കെമിക്കൽസ് ചിലപ്പോൾ വ്യത്യാസം വരുത്തിയിട്ട് അതുമൂലം അണുബാധയൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ആ കെമിക്കൽസ് കുറഞ്ഞ രീതിയിലുള്ള പ്രൊഡക്ട്സുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഈ നമ്മുടെ ആർത്തവ സമയത്ത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ അതുപോലെ തന്നെ പീരീഡ്സ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് മോണിറ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഹൈജീനിക് പ്രൊഡക്ട്സ് ആണെങ്കിലും വെയിലത്ത് ഇട്ട് ഉണക്കിയ അടിവസ്ത്രങ്ങളൊക്കെ എടുത്ത് ആ ഒരു സമയത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
നല്ല മെൻസ്ട്രൽ ഹെൽത്തും ആർത്തവ ശുചിത്വ രീതികളൊക്കെ നമ്മളെ മെൻസ്ട്രേഷന്റെ സമയത്ത് അണുബാധ കുറയ്ക്കാനും അതുപോലെ തന്നെ ആ സമയത്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും സഹായിക്കുന്നു. അപ്പൊ നമുക്ക് ഈ വർഷത്തെ ആർത്തവ ശുചിത്വ ദിനത്തിന്റെ തീം പറയുന്ന പോലെ നമുക്ക് ഏവർക്കും ഒരു പീരീഡ് ഫ്രണ്ട്ലി ലോകത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാം.